ഇന്ന് നമ്മുടെ വിഷയം രാജയോഗയാണ്. എന്താണ് രാജയോഗ? രാജയോഗയെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ. രാജയോഗ മെഡിറ്റേഷൻ എന്താണ് ആ സാധനം? അതാണ് ഈ ചോദിക്കുന്നത്. ആത്മാവും പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ അല്ലേ? യോഗ എന്ന് പറയുന്ന ആ വാക്ക് യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വന്നത്. എന്നുവെച്ചാൽ കൂടിച്ചേരുക. നമുക്കറിയാം, നമ്മൾ യോഗ എന്ന് പറയുന്ന വാക്ക് വളരെ കുറച്ച് ഉപയോഗിക്കുമ്പോഴും വിയോഗം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപെടുക. അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള അർത്ഥമാണ് യോഗ, കൂടിച്ചേരുക. അപ്പം യോഗം എന്ന് കേട്ടില്ല, ഇപ്പം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ അല്ലേ? അപ്പം കൂടിച്ചേരുന്നതിനാണ് യോഗം. ആരുമായിട്ട് കൂടിച്ചേരുന്നു? ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പം ആ ഒരു താദാത്മ്യം പ്രാപിക്കലിനെയാണ് നമ്മൾ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൂടെ എനിക്ക് കൈവരുന്ന രാജകീയമായ സിദ്ധികൾ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പുള്ളൊരു സെഷനിൽ 4 യുഗങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? സത്യ, ത്രേത, ദ്വാപര, കലിയുഗങ്ങൾ. ഇപ്പം നമ്മൾ കലിയുഗത്തിലെത്തി നിൽക്കുക അല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ആദ്യം ഈ സൃഷ്ടിയിൽ വന്ന സമയത്ത് ഇവിടം സത്യുഗമായിരുന്നു. അവിടെ നിന്ന് പതുക്കെ പതുക്കെ പടിക്കെട്ടുകൾ ഇറങ്ങി. ആ പടിക്കെട്ടിൻ്റെ ചിത്രം ഓർമ്മയില്ലേ പഠിപ്പിച്ചത്? അപ്പോൾ പടിക്കെട്ടുകൾ ഇറങ്ങി 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 നമ്മൾ ഇവിടെ എത്തി നിൽക്കുക. ഓരോ ജന്മം ഓരോ പടിയായിട്ട് കണക്കാക്കുക. അപ്പോൾ ആദ്യ പടി എന്ന് പറഞ്ഞാൽ സത്യുഗത്തിലായിരുന്നു. അവിടെ 8 ജന്മങ്ങൾ നമ്മൾ ജീവിച്ചു. അതിനുശേഷം ത്രേതായുഗത്തിൽ 12 ജന്മങ്ങൾ ജീവിച്ചു. ദ്വാപരത്തിൽ ഇത് നിങ്ങൾ പഠിച്ചല്ലേ, ഇത് 21 ജന്മങ്ങൾ ജീവിച്ചു. പിന്നെ കലിയുഗത്തിൽ 42 ജന്മങ്ങൾ അല്ലേ? ഇങ്ങനെ 83 ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അപ്പോഴാണ് ആര് വരുന്നത്? ആരാ വരുന്നത്? സ്വയം അച്ഛൻ തന്നെ സൃഷ്ടിയിലേക്ക് വരുന്നത് അല്ലേ? എന്തിനാ വരുന്നേ? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലേ? ധർമ്മം ഒക്കെ നശിച്ച് അധർമ്മം അതിൻ്റെ ആധിക്യത്തിലെത്തി നിൽക്കുന്ന കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് സ്വയം ധർമ്മം സ്ഥാപിക്കാനായിട്ട് ഈശ്വരൻ തന്നെ സൃഷ്ടിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ സൃഷ്ടിയിലേക്ക് ഈശ്വരൻ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുക? ഈശ്വരൻ കുറച്ച് പേര് ഈശ്വരനെ മനസ്സിലാക്കും, കുറച്ച് പേര് മനസ്സിലാക്കുകയല്ല. ഓക്കെ, ആരാ മനസ്സിലാക്കുന്നവർ? ആരാ ഈശ്വരനെ മനസ്സിലാക്കുന്നവർ? ഈശ്വരനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, പിന്നെ മനസ്സിലാക്കുന്ന ആരാ? ദേവീ ദേവതമാർ. അവരെ എവിടെ നിന്ന് കൊണ്ടുവരും? ഇപ്പം
കലിയുഗത്തിൻ്റെ അവസാനം എവിടെ ദേവി ദേവത ഇരിക്കണേ? ഉള്ള ദേവതാ സ്ഥാനത്ത് കൂടെ 154 പ്രഖ്യാപിക്കുക. പിന്നെ എവിടെ വരാനാ? ഇതാ കലിയുഗത്തിൻ്റെ അവസ്ഥ. ഇത് കലിയുഗ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്, അല്ലേ? കാരണം എവിടെ ഒക്കെ ശാന്തമാകാം, അവിടെ ഒക്കെ പ്രശ്നമാകും. അതൊരു ആരുടെയും കുറ്റം കൊണ്ടല്ല, അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ, അനിവാര്യമായിട്ട് നടക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലേ? പ്രകൃതിയോട് നമ്മൾ ചെയ്ത ഇതിന് പ്രകൃതിയും തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവിച്ചേ പറ്റൂ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സുനാമി ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഇതൊക്കെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് അതേ മടങ്ങിൽ സമയം താമസിച്ചാണെങ്കിലും തിരിച്ചടികൾ വരും. അതുപോലെ തന്നെ കലിയുഗത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അധർമ്മങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് പേരുടെ മനസ്സമാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെടാനുള്ള കുറേ കാരണങ്ങൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, അതിന് ഇന്ന രൂപമൊന്നുമില്ല, അതിന് ആരെങ്കിലുമൊക്കെ നിമിത്തമായി വരും. ഇതല്ലാതൊന്നും ആരും കുറ്റക്കാരല്ല. കാരണം ഇതൊക്കെ അങ്ങനെ ആകാനായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന നാടകമാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ശിക്ഷാവിധികളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ രസകരമായ ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ജന്മത്തിൽ ഈശ്വരൻ വരുമ്പോൾ ആരാ ഈശ്വരനെ തിരിച്ചറിയുന്നത്? പുണ്യ പറഞ്ഞോ, ഉറക്കെ പറ. യോഗികൾ. ഈശ്വരീയ വിദ്യാലയത്തിൽ പോകുന്നവർക്കറിയാം. ഈശ്വരനെ അറിഞ്ഞിട്ടല്ലേ യോഗ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈശ്വരൻ വരുന്ന സമയത്ത് എങ്ങനെ തിരിച്ചറിയുക? ഇതിന് ബൈബിളിലൊരു കഥയുണ്ട്. ഈ ബൈബിള് ഈ കഥകളുടെ കാര്യത്തിൽ വളരെ രസകരമാണ്. നിങ്ങളാരും ബൈബിൾ വായിച്ചിട്ടില്ല അല്ലേ? എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും വായിക്കണം, രസമാണ് അത്. കാരണം വൈരുദ്ധ്യമായ കാഴ്ചപ്പാടുകളല്ല എന്ന് മനസ്സിലാക്കാനെങ്കിലും വായിച്ചിരിക്കുന്നല്ലോ. ബൈബിളിൽ പറയുന്നത് 5 കന്യകമാർ, ആദ്യം 5 നമ്പർ പറയുന്നില്ല, കുറച്ച് കന്യകമാർ അവർ വിളക്കും കത്തിച്ചിട്ട് മണവാളനെ കാത്തിരിക്കുക, മണവാളൻ്റെ വരവും കാത്തിരിക്കുക. ഈ ഈശ്വരനെ പ്രിയതമനായിട്ട് കണക്കാക്കുന്ന ഒരു കൺസെപ്റ്റ് ഹിന്ദു ഇതിലുമുണ്ട്. അതാണ് കൃഷ്ണനും രാധയും ഒക്കെ ആയിട്ടുള്ള ആ പ്രണയം കാണിക്കുന്നത് ആ രീതിയിലാണ്. അപ്പം ഇവർ കന്യകമാർ ഈശ്വരന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ കാത്തിരുന്ന് പാതിരാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേരുടെ എണ്ണ തീർന്നു പോയി വിളക്കിൽ. അപ്പം അവർ വിളക്കിൽ എണ്ണ തീർന്ന് എന്താവും, വിളക്ക് കെട്ടു. അപ്പോൾ അവർ എണ്ണ എടുക്കാനായിട്ട് പോയി. അപ്പം ആ സമയത്ത് നേരം വെളുക്കാറായ സമയത്ത് ഇവരെണ്ണ എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോഴത്തേക്ക് ആ സമയത്ത് ഈശ്വരൻ വരികയും മണവാളൻ വരികയും ആ ഉണ്ടായിരുന്ന 5 കന്യകമാരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. എന്താ അതിൻ്റെ അർത്ഥം? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊരു വിശദീകരണം അവിടെ കൊടുത്തിട്ടില്ല. അതാണ് ഇതിനകത്തൊരു എന്താ പറയുക രസകരമായ കാര്യം. വിശദീകരണമൊന്നുമില്ല. അപ്പോൾ ഇത് പലപ്പോഴും പള്ളികളിലൊക്കെ വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ആരാണ്ടോ മോർച്ചറക്കനെ കാണാൻ നിന്ന കണക്ക് ഇങ്ങനെ കഥ വായിച്ചങ്ങ് പോവുക ചെയ്യുന്നത്. അതിൻ്റെ ആന്തരാർത്ഥം പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അറിയാതെ പോകാറുണ്ട്. അവിടെ ആ ഇരുട്ട് കാണിച്ചിരിക്കുന്നത് ഈ കാലത്തിൻ്റെ ഇരുട്ടാണ്, കലിയുഗത്തിൻ്റെ ഇരുട്ടാണ്. അപ്പോൾ പകല് മാറി രാത്രിയായി, രാത്രിയും അതിൻ്റെ പാതിരാത്രി കഴിയുമ്പോൾ, അതായത് കലിയുഗത്തിൻ്റെ ഘോരാന്ധകാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ വിളക്കുമായിട്ട് കാത്തു നിൽക്കുന്നു. വിളക്കെന്താ അവിടെ? വിളക്ക് അവരുടെ ആത്മജ്യോതിയുടെ പ്രതീകമാണ്. സ്വയം ഞാൻ കത്തുന്ന ജ്യോതിയാണ്, അല്ലേ, ഞാൻ പ്രകാശമാണ് എന്നുള്ള ബോധത്തോടെ അതിലൊഴിച്ചിരിക്കുന്ന എണ്ണയ്ക്ക് സ്നേഹദ്രവ്യം എന്ന് പറയും. സ്നേഹദ്രവ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംസ്കൃതത്തിൽ എണ്ണയെക്കുറിച്ച് പറയുക. അപ്പോൾ ഈശ്വര സ്നേഹമാകുന്ന
ആ എണ്ണയൊഴിച്ച് തൻ്റെ ആത്മജ്യോതി തെളിയിച്ച് ഇവർ ഈശ്വരന് വേണ്ടി ഈശ്വരൻ്റെ വരവ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരുടെ ആ സ്നേഹം പറ്റിപ്പോയി. കാത്തു നിന്ന് മടുത്തിട്ട് അവരുടെ സ്നേഹമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഭക്തി ചെയ്ത് പണ്ടൊക്കെ ഭക്തിക്ക് അതിൻ്റെ ഒരു ഭാവനയ്ക്ക് അംശം ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് ഭക്തിയും ഒരുതരം കാട്ടായമായിട്ട് മാറി, അല്ലേ? ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പം മലയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരുന്നു, അല്ലേ? അതിൻ്റെ ഒരു അനുഭൂതി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറയുടെ മലയ്ക്ക് പോക്ക് അതൊരു പോക്ക് തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഭക്തിയുടെ കാര്യത്തിൽ പോലും അതിൻ്റെ ആ ഒരു ആഴത്തിന് വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ ആ സ്നേഹം ഒക്കെ വറ്റിപ്പോയിട്ട്, അതായത് എണ്ണ ഇല്ലാണ്ടായിട്ട് അവർ തിരിച്ചുപോയി. അവർ വേറെ വഴി കണ്ടു. അപ്പോൾ ആ സമയത്താണ് നേരം പുലരാറായപ്പോൾ. നേരം പുലരുന്ന എപ്പോഴാണ്? കലിയുഗത്തിൻ്റെ അന്ത്യം. കാരണം അടുത്ത വരുന്ന പുലരി ഏതാ? സത്യുഗം. അപ്പോൾ ആ സത്യുഗ പുലരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആരെത്തിച്ചേരുന്നു? ഈശ്വരനെത്തി ഇവരെ തൻ്റേതാക്കുന്നു. അതായത് ആരാണോ ഈശ്വര സ്നേഹത്തിൽ മുഴുകി ഈശ്വരൻ്റെ ഓർമ്മയിലിരിക്കുന്നത്, അല്ലെ ആ ശുദ്ധമായ, എന്നും അച്ഛൻ പറഞ്ഞില്ലേ, ആ ശുദ്ധ ഹൃദയമുള്ളവർ, അവരെയാണ് ഈശ്വരൻ തിരിച്ചറിയുന്നതും ഈശ്വരനെ തിരിച്ചറിയുന്നവരും അവരാണ്. അപ്പം അങ്ങനെ വളരെ കുറച്ച് പേര്, അനേക ആയിരങ്ങളിൽ ചിലർക്ക് മാത്രമേ ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കൂ എന്നാണ് ഗീത പറയുന്നത്. ഇനി മനസ്സിലാക്കാത്തവരുടെ കാര്യവും പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം എന്ന് പറയുക. അതായത് അവജാനന്തി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല, ജാനന്തി എന്ന് പറഞ്ഞാൽ അറിയുന്നു, അവജാനന്തി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. മാം എന്നെ, മൂഢർ എന്നെ തിരിച്ചറിയുന്നില്ല. എപ്പോഴാണ്? മാനുഷീം തനും ആശ്രിതം. മാനുഷി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ, തനു ശരീരം, ആശ്രിതം ആശ്രയിക്കുന്നു. ഞാനൊരു മനുഷ്യ ശരീരം ആശ്രയിച്ച് നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് മൂഢരായിട്ടുള്ള ആൾക്കാർ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം ഗീതയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അവസാന സമയത്ത് ഈശ്വരൻ സൃഷ്ടിയിലേക്ക് വരുമെന്ന് മറ്റ് ധർമ്മഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈശ്വരൻ സൃഷ്ടിയിലേക്ക് വരുന്ന സൃഷ്ടിയുടെ ഒരു പ്രത്യേക സമയം, കലിയുഗം തീർന്ന് സത്യുഗം തുടങ്ങുന്ന ആ ഒരു പ്രത്യേക സമയം, അതിനെയാണ് സംഗമയുഗം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു ഭാഗം. അതാണ് സത്യത്തിലുള്ള ഒരു റെവല്യൂഷൻ നടക്കുന്ന ഭാഗം. നമ്മൾ ഈ വിപ്ലവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് യഥാർത്ഥമായ വിപ്ലവം ഇവിടെയാണ് നടക്കുന്നത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം. കാരണം കലിയുഗമാകുന്ന ആ അധർമ്മത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും സത്യുഗം എന്ന് പറഞ്ഞാൽ 100% ധർമ്മം, അല്ലേ? 100% ധാർമ്മികമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നൊരു അവസ്ഥ. അപ്പം അങ്ങനെ ഈ മാറ്റം നടക്കുന്ന കാര്യത്തിൽ ഭാരതത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. കാരണം ഏറ്റവും പഴയ സംസ്കാരം ഭാരതത്തിൻ്റേതാണ്. ഈ മഹത് കർത്തവ്യങ്ങൾക്കൊക്കെ സാക്ഷിയായത് ഭാരതമണ്ണാണ്. അതുകൊണ്ടാണ് ഭാരതം പണ്ട് സ്വർണ്ണപക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു, അല്ലേ? ഭാരതം ലോകഗുരുവാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാലം കുറച്ച് മാറിയപ്പോഴത്തേക്ക് സംസ്കാരം ഇവിടെയല്ല, മെസോപ്പൊട്ടാമിയൻ സംസ്കാരമാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ചരിത്രം മാറ്റി എഴുതാനൊക്കെ കുറേ ശ്രമം നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള രേഖകൾ വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ശ്രേഷ്ഠമായിരുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ പുരാണങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. വെച്ചാൽ ഇപ്പം സ്വർണത്തിൻ്റെ ദ്വാരക, അല്ലേ, സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയ കാര്യവും ലങ്ക സ്വർണമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വെച്ചാൽ അതായത് സമ്പൽ സമൃദ്ധമായ ഒരു നാടായിരുന്നു ഭാരതം. രേഖകളും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പാശ്ചാത്യരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു ഭാരതത്തിൻ്റെ അവസ്ഥ, ഈവൻ ബ്രിട്ടീഷുകാർ പോലും വരുന്ന സമയത്ത് ഇവിടെ ഒട്ടുമേ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയാം.
ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഇവിടെ മൈസൂരിൽ കോളാർ സ്വർണ്ണഖനി ഉണ്ടല്ലോ, അവിടെ പോകാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അവിടെ പോയപ്പം അവിടെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അതെല്ലാം അടച്ചിട്ടിരിക്കുക. ഇപ്പോൾ 2001 അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പം 10,000 അടി താഴെ വരെ അവർ ഖനനം നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഖനനം നടത്തിയ മണ്ണൊക്കെ അവിടെ ഇങ്ങനെ മലകൾ പോലെ കൂടിക്കിടപ്പുണ്ട്. അവിടെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അവർ പറയുന്നത് 1000 ടൺ സ്വർണം അവിടെ നിന്ന് ഇതുവരെ ഖനനം ചെയ്തെടുത്തു എന്നാണ് പറഞ്ഞത്. ഇത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. 1000 ടൺ. ഇന്ന് സമ്പന്നത കാണിക്കുന്നവർ ഇവിടെ നിന്ന് കൊണ്ടുപോയ പൈസ കൊണ്ട് കാണിക്കുന്ന സമ്പന്നതയാണ്. അപ്പം ഇത് ആ ഒരു ഭാഗത്തെ മാത്രം കാര്യം. ഇതുപോലെ എത്രയോ രാജ്യങ്ങൾ അവരുടെ കൈപ്പിടിയിലായിരുന്നു. എവിടെയൊക്കെ സ്വർണ്ണഖനിയുണ്ടോ അത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൈക്കലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്, അല്ലേ? അത് മാത്രമല്ല, ഭാരതത്തിൻ്റെ ചരിത്രം എടുത്താൽ ഒരിക്കലും ഭാരതീയർ പുറമേ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവരെ യുദ്ധം ചെയ്ത് ആക്രമിക്കാനായിട്ടോ കീഴടക്കാനായിട്ടോ എങ്ങും പോയ ഒരു ചരിത്രവും ഭാരതത്തിലില്ല. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ആവശ്യത്തിനുണ്ടായിരുന്നു. ഇത് കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാത്തപ്പോഴേ അടുത്തവൻ്റെ കയ്യേറാം എന്നുള്ള തോന്നൽ വരുന്ന. ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിലും അധികം ഉണ്ടായിരുന്നു, പിന്നെ പോകേണ്ട കാര്യമില്ല. പുറമേ നിന്നൊരാൾ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? പഴയ കാലത്ത് ഇപ്പോൾ പോർച്ചുഗീസുകാരാണെങ്കിലും അല്ലെ മറ്റുള്ളവരാണെങ്കിലും ഇവിടം വരെ വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. 3 മാസമോ 6 മാസമോ ഒക്കെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഇവിടെ എത്തിയത്? ഇവിടുത്തെ സമ്പൽ സമൃദ്ധി കാരണം. ഇന്ന് നമ്മൾ അമേരിക്കയിലോ ജർമ്മനിയിലോ അല്ലെ ദുബായിലോ ഒക്കെ പോയി ജോലിക്ക് പോകണക്ക് എന്തിനാ പോണേ? അവിടെ സമ്പൽ സമൃദ്ധമായതുകൊണ്ട്. നിങ്ങൾക്കിപ്പോൾ ബംഗ്ലാദേശിലൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ പോവുമോ? എത്യോപ്യയിലൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ പോവുമോ? ഉഗാണ്ടയിലൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ പോവില്ല. കാരണം വെച്ചാൽ അവിടെ ഒന്നുമില്ല. കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അവിടെ ഉള്ളവർക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് ആരും പോകില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയധികം സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട്, നമ്മുടെ ഇവിടെ അത്രയും സമ്പത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും പേര് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ വന്ന് നമ്മളെ പതുക്കെ പതുക്കെ ചൂഷണം ചെയ്ത് അവസാനം ഈ ഗതിയിലായി, അല്ലേ? ഇനി വീണ്ടും നമുക്ക് ഏതവസ്ഥയിലേക്ക് മാറണം? നമ്മുടെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് വീണ്ടും മാറണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർ ചൂഷണം ചെയ്ത് അവരുടെ കുറ്റമല്ല, അവിടെ മനസ്സിലാക്കണം. നമ്മളുടെ അവസ്ഥ മോശമാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യും. ബ്രിട്ടീഷുകാർ വന്നതല്ല കുഴപ്പം, അവരെ വന്നു. പാവങ്ങൾ അവർക്ക് അവിടെ ഇല്ലാത്തപ്പോൾ അവരന്വേഷിച്ച് വന്നു, അവർ വരും. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമായിരുന്നു. അതാണ് അവർ മുതലെടുത്തത്, അല്ലേ? അത് നമ്മുടെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല. അവർ വന്നത് അവരുടെ കാര്യസാധ്യത്തിന് അതൊക്കെ. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിരുന്നെങ്കിലോ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അത് അവരേതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അതിനെ മുതലെടുക്കാനായിട്ട് ശ്രമിച്ചു. സ്വാഭാവികമാണ്, കാരണം അവർക്ക് അവരുടെ കാര്യം നടത്തണമല്ലോ. കുഴപ്പം പക്ഷേ ആരുടെ ആയിരുന്നു? നമ്മുടെ കുഴപ്പം. അപ്പം നമ്മൾ അധപ്പതിച്ച് പോയതാണ് കുഴപ്പം. അപ്പം വീണ്ടും ആ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് നമുക്ക് എത്തണം. ഭാരതത്തെ വീണ്ടും നമുക്ക് ശ്രേഷ്ഠമാക്കി മാറ്റണം. പറ്റുമോ? എന്ത് ചെയ്യണം അതിന്? നമ്മൾ ഓരോരുത്തരും നമ്മളുടെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് എത്തിയാൽ മതി. നമ്മൾ എന്തായിരുന്നു, നമ്മുടെ ആ ഒറിജിനാലിറ്റി, അത് പതുക്കെ പതുക്കെ നമ്മൾ കൈവിട്ട് കളഞ്ഞതാണ് ഈ കുഴപ്പം. നമ്മുടെ ആ യഥാർത്ഥമായ ഡിവൈൻ സ്റ്റേജ്, ദൈവികമായ അവസ്ഥ. കാരണം ഈശ്വരൻ്റെ സന്താനങ്ങൾ എന്തുപോലെ ഇരിക്കണം? ഈശ്വരനെ പോലെ ഇരിക്കും, അല്ലേ? ഭഗവാന്റെ സന്തതി ഭഗവാനും ഭഗവതിയായിരിക്കും. പൂച്ചയുടെ സന്തതി പൂച്ചയല്ലേ ആകുള്ളൂ. ഇന്ന് പലരും അസുര വിത്തുക്കളെ പോലെയാ. എന്തുകൊണ്ടാ? ഈശ്വരൻ്റെ സന്തതിയാണെന്ന് പറയാൻ പറ്റില്ല. അക്രമവും ബഹളവും, അല്ലേ, കലബലയൊക്കെയാണ്. എന്താ കാരണം?
കാരണം അതൊക്കെ മറന്നുപോയി. ആ ഈശ്വരീയ ഗുണങ്ങളൊക്കെ എവിടെല്ലാമോ നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ ഗുണങ്ങളൊന്നും നമ്മളിൽ നിന്ന് വളരെ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ആ ഗുണങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് രാജയോഗം സഹായിക്കും. അപ്പം അത്രയും ശ്രേഷ്ഠമായ ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഭാരതീയരാകുന്നതിൽ അല്ലെ ആയതിൽ അഭിമാനം തോന്നുന്നുണ്ടോ? സത്യത്തിൽ വലിയ ഭാഗ്യമാണ്. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ അതിന് കുറവ് ഇതിന് കുറവെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെ എവിടെയെങ്കിലും പോകും, മറ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ വന്ന് അവർ പറയുമ്പോഴാണ് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി പൈസയൊക്കെ ഉണ്ട്, പക്ഷേ കാലാവസ്ഥ, ഇത്രയും നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലം ലോകത്ത് വളരെ കുറവാണ്. ഇത്രയും വൈവിധ്യമാർന്നൊരു കാലാവസ്ഥ ഉള്ള സ്ഥലം ലോകത്ത് കുറവാണ്. എന്തേ? പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തന്നെ ഈ ഭാരതത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ മഞ്ഞ് തുടങ്ങിയിരിക്കുക, ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് അല്ലേ. അപ്പോൾ എല്ലാ കാലാവസ്ഥയും ഏകദേശം ഒരു രാജ്യത്ത് തന്നെയൊക്കെ, ഒരു രാജ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് പല രാജ്യങ്ങളെ പോലെയാണ്. എല്ലാം പ്രത്യേകിച്ച് വിസയൊന്നും ഇല്ലാതെ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുക. കാരണം ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും അത് ഓരോ രാജ്യം പോലെയാണ്. അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ വ്യത്യസ്തമാണ്, പക്ഷെ എന്നാൽ എല്ലാവരും ഭാരതീയരാണ്. ഇത്രയും ആഹാര കാര്യത്തിലുള്ള വൈവിധ്യം, ഇത്രയും വെറൈറ്റി ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റിന് എത്ര ഐറ്റമാണ് നമുക്ക് ഒന്ന് എണ്ണി നോക്കിയേ. ഞാൻ ചിലപ്പോൾ മൗണ്ട് ആബു പോകുമ്പോഴത്തേക്ക് ഒരു ഹംഗേറിയൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ചിലപ്പോൾ കഴിയും. 2 ദിവസം കഷ്ടിച്ചാൽ കഴിഞ്ഞുകൂടെ. കാരണം ഈ റൊട്ടി കടിച്ച് വെച്ച് നമുക്ക് ആകെപ്പാടം മടുക്കും വെച്ചാൽ. ഇതല്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല നിങ്ങൾക്ക്. അവിടെ ഒരു ബ്രെഡ് മേക്കിംഗ് മെഷീനുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് ഉരുട്ടി തള്ളി കയറ്റി വയ്ക്കും. അത് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അത് ബ്രെഡായിട്ട് വരും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അത് തന്നെയാണ്. ഒന്നുമില്ലേ അത് ടോസ്റ്റ് ആവും, അതല്ലെങ്കിൽ അത് സാൻഡ്വിച്ച് ആവും, അതല്ലേ അത് വേറെ എന്തെങ്കിലും പരുവാവും. എന്തായാലും ഇത് തന്നെ സ്ഥിതി. ഇതൊരു 2 നേരം 3 നേരമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇത് കാണുമ്പം തന്നെ വല്ലാണ്ട് തോന്നും. പക്ഷെ അവർക്കത് വേറെ നിവൃത്തിയില്ല, കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. നമ്മൾ ഇത്രയും കാര്യമായിട്ടൊക്കെ, അതുകൊണ്ടാണ് ഈ നമ്മൾ പാശ്ചാത്യ പുസ്തകത്തിലൊക്കെ ബോയിൽഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സായിപ്പന്മാരും പറയുന്നത് ബോയിൽഡ് വെജിറ്റബിൾ കഴിക്കാൻ പറഞ്ഞ. അവിയൽ കഴിക്കാൻ ആരും പറയുകയില്ല. ബോയിൽഡ് വെജിറ്റബിളാണ് നമ്മുടെ അവിയൽ അല്ലേ. ബോയിൽഡ് വെജിറ്റബിളാണ് നമ്മുടെ ഉപ്പേരി. പിന്നെന്താ പിന്നത്? പക്ഷെ അതൊന്നും പറയാൻ അവർക്ക് അറിയില്ല. അവർ കാരണം അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബോയിൽഡ് വെജിറ്റബിൾ എന്നാണ്. ഉടനെ വെള്ളത്തേക്ക് ഇതെല്ലാം കൂടെ പെറുക്കി നമ്മുടെ ആൾക്കാരും പെറുക്കിയിടും. പെറുക്കിയിട്ടിട്ട് പുഴുങ്ങി ഒരു രുചിയില്ലാണ്ട് കഴിക്കും. എന്നിട്ട് പറയും ഇതൊക്കെ എങ്ങനെ കഴിക്കണം എന്ന് ചോദിക്കും. നമ്മളെത്ര രുചികരമായിട്ട് കഴിക്കുക. അതുപോലെ പരിപ്പ്, സാമ്പാർ, ഇതൊക്കെ എത്ര നല്ല കോമ്പിനേഷനാണ്. സാമ്പാറൊക്കെ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള വെജിറ്റബിളിൻ്റെയും ഒരു അല്ലേ. ഇപ്പോൾ നമ്മൾ സൂപ്പ് കുടിച്ച കണക്കൊരു സാധനമാണ്. നമ്മുടെ രസം അല്ലേ. ഇതൊക്കെ എത്രയോ വെറൈറ്റി സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വേറെ ഏതെങ്കിലും നാട്ടിലാണ് ജനിച്ചെങ്കിലോ കിട്ടുമോ? ഇവിടെ പ്രമേഹമാണെങ്കിൽ പോലും നമുക്ക് ഓപ്ഷനുണ്ടോ? അവിടെ ആണെങ്കിലോ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് അവർ ബുദ്ധിമുട്ടുന്നത്. അവർ കൺഫ്യൂസ് ആകുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ഇവിടെ അതല്ല. ഇവിടെ വേറെ ഇഷ്ടംപോലെ സാധനങ്ങൾ. പച്ചക്കറിയാണെങ്കിൽ ഇത്രയും വെറൈറ്റി പച്ചക്കറി എവിടെ കിട്ടുക? ഒരു നാട്ടിലും കിട്ടില്ല. ഇത്രയധികം ഇലവർഗ്ഗങ്ങൾ എവിടെ കിട്ടുക? അപ്പോൾ നമ്മൾ സത്യത്തിൽ വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ആ ശ്രേഷ്ഠമായ ഭാരതം, ആ ഭാരതത്തിലേക്ക് നമുക്ക് വീണ്ടും എത്തിച്ചേരണം, നമ്മുടെ ആദ്യ ജന്മത്തിലേക്ക്. അതിൻ്റെ വല്ല ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ ജന്മം. ഇന്നലെ ചെറുപ്പകാലം കുറച്ച് ഓർത്തില്ലേ? ഒന്നാമത് ജന്മം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ബർത്ത്. മറന്നുപോയോ? ഒന്നാമത് ജന്മത്തിൽ എന്താ വേഷം ഇട്ടിരുന്നത്? ദേവീദേവതമാര് അവരെന്ത് ചെയ്യുന്നില്ല. താങ്കൾ എന്ത് ചെയ്തു? താങ്കളുടെ വേഷം എന്തായിരുന്നു? അവരുടെ വേഷമായിരുന്നോ?
ഓക്കെ. പിന്നെ ഇനിയോ എന്തൊക്കെയായിരുന്നു പരിപാടി അവിടെ? നമുക്ക് ആ ഭാരതത്തിൻ്റെ ആ ശ്രേഷ്ഠമായ അവസ്ഥയെക്കുറിച്ച് വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടു നോക്കാം. ഹിന്ദി മനസ്സിലാവോ? കുറച്ചൊക്കെ നോക്കാം. അനിൽ, ഭാരത് ഫിർ എന്നുള്ളൊരു പാട്ടുണ്ട്. ഭാരതത്തെ വീണ്ടും സമ്പൽ സമൃദ്ധമാക്കാനായിട്ട് ഭഗവാൻ വരുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ഗാനം. ഭാരതം വീണ്ടും സമ്പൽ സമൃദ്ധമാകും. ഓരോ കുഞ്ഞും ആൺകുട്ടിയും ശ്രീകൃഷ്ണനെ പോലെ, ഓരോ പെൺകുഞ്ഞും രാധയെ പോലെ, ഓരോ നരനും നാരായണനെ പോലെ, ഓരോ നാരിയും ലക്ഷ്മിയെപ്പോലെ വീണ്ടും സ്ത്രീ ശക്തി പൂജിക്കപ്പെടുന്ന നാടായിട്ട് ഈ ഭാരതം മാറും. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളിലൂടെയുള്ള ഒരു ഗാനമാണ്. പക്ഷെ മലയാളത്തിൽ അങ്ങനൊരു ഗാനം ഇല്ലാത്തതുകൊണ്ടാണ് ഹിന്ദി തന്നെ വയ്ക്കേണ്ടി വന്നത്. ഇപ്പം നമുക്ക് ആ ശ്രേഷ്ഠ അവസ്ഥയിലേക്ക്, നമ്മളുടെ ആദ്യ ജന്മത്തിലേക്ക് ഒന്ന് പോയാലോ? എന്തായിരുന്നു അവിടെ നമ്മുടെ അവസ്ഥ? എന്തു പറയുന്നു? ഫസ്റ്റ് ബർത്ത്. പോയി നോക്കാം. എന്തിനും റെഡിയാ? ഇപ്പോൾ കയ്യിലുള്ള പുസ്തകമൊക്കെ താഴെ വെച്ചു. നാളത്തെ ഹോംവർക്ക് മറക്കല്ലേ. അച്ഛന് കത്തെഴുതണം. പിന്നെ ഇന്ന് വർത്തമാനം പറഞ്ഞിരുന്നതിൻ്റെ ചാർട്ടല്ല വേണ്ടത്, അച്ഛൻ്റെ ഓർമ്മയിലിരുന്നതിൻ്റെ ചാർട്ടാണ് വേണ്ടേ. ഓക്കെ, പറഞ്ഞല്ലേ രാവിലെ? ഞാൻ മിണ്ടാതിരുന്നതാ. കാരണം വെച്ചാൽ അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു ആജ്ഞാനുവർത്തികളായിരിക്കണം. ഞാൻ ആജ്ഞാപിക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി നാളെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, അത് നാളത്തെ കാര്യം. അല്ല, നല്ല തല്ലുള്ളതും പറഞ്ഞു അല്ലേ? അതും പറഞ്ഞില്ലേ? അതും പറഞ്ഞിരുന്നു. ഓക്കെ, ബുക്കൊക്കെ താഴെ വെച്ചോ. ചാരിയിരുന്നു, കൈയൊക്കെ നിലത്ത് വെച്ചോ. തൊഴണ്ട, അച്ഛനാണ്. ഇപ്പോൾ നമ്മൾ ഭക്തരല്ല. ഭക്തനും ഭഗവാനും എന്ന് പറയുമ്പോഴത്തേക്കാണ് അകൽച്ച വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമാണ്, നമ്മളുടെ സ്വന്തമാണ് അച്ഛൻ അല്ലേ? ഈശ്വരൻ നമ്മളുടെ സ്വന്തമാണ്. അപ്പം ഭക്തിക്കല്ല കാര്യം, പിന്നെ അനുസരണയ്ക്കാണ്, ബഹുമാനത്തിനാണ്. എത്രത്തോളം നമ്മൾ ഈശ്വരൻ പറയുന്ന മാർഗത്തിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഭക്തി ഈശ്വരനോടുള്ള സ്നേഹമായിരുന്നു, ഈശ്വര പ്രേമമാണ്. അതിൻ്റെ അടുത്ത പടിയിലേക്കൂടെ നമുക്ക് എത്തണം. കുറച്ചുകൂടെ നമ്മൾ മുതിർന്നു അല്ലേ? അവിടെ തിരിച്ചറിവ് വരികയാണ്. സ്നേഹിക്കാനറിയാം നമുക്കിപ്പോൾ, അതോടെ അനുസരിക്കാനും ബഹുമാനിക്കേണ്ട ആവശ്യം നമ്മൾ വച്ചിട്ട് ഈശ്വരൻ പറയുന്ന മാർഗത്തിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാക്കുകയാണ്. ഓക്കെ, കണ്ണുകളടച്ചു. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ പതുക്കെ, വളരെ ഗഹനമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലൂടെയും ലോകത്തുള്ള എല്ലാ നന്മകളും എൻ്റെ ഉള്ളിലേക്ക് നിറയുകയാണെന്ന് സങ്കല്പിക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇനിയും അവശേഷിച്ചിരിക്കുന്ന എല്ലാ കുറവുകളും ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ്.
ഓരോ ശ്വാസവും എന്നെ കൂടുതൽ കൂടുതൽ ശുദ്ധതയിലേക്ക് നയിക്കുന്നു. എൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ സംശുദ്ധമാവുകയാണ്. ഞാൻ ആത്മാ ഈശ്വര സ്നേഹത്തിൽ ലയിക്കുകയാണ്. ആ അനശ്വര ശക്തിയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ ഹൃദയേശ്വര, എൻ്റെ സർവസ്വവുമായ എൻ്റെ പ്രിയപ്പെട്ട അച്ഛ, വരൂ. അങ്ങയെ വീണ്ടും കാണുവാൻ എനിക്ക് കൊതിയാകുന്നു. സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആകാശത്തിൻ്റെ അങ്ങേ കോണിൽ മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ കണ്ണെടുക്കാതെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുന്നു. പതുക്കെ 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 ആ പരമസത്യം, പരമജ്യോതി താഴേക്ക് ഇറങ്ങുകയാണ്. ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുകയാണ്. ഞാൻ എത്ര സൗഭാഗ്യവാനാണ്. സ്വയം ഭഗവാൻ പോലും ഇപ്പോൾ ഒരു വെളിപ്പാട് അകലെ മാത്രമായിരിക്കുന്നു. പതുക്കെ 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 ആ നക്ഷത്രം ഭൂമിയോടടുക്കുകയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ തൊട്ട് മുന്നിലെത്തി നിൽക്കുന്നു. സ്നേഹസാഗരനായ അച്ഛനിൽ നിന്നും സ്നേഹത്തിൻ്റെ നനുത്ത കാറ്റ് എന്നെ തേടിയെത്തുകയാണ്. സുഖമുള്ള കാറ്റ് എൻ്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. എൻ്റെ ഓരോ ശരീരകോശങ്ങളും ആ സ്നേഹസ്പർശമേറ്റ് കോരിത്തരിക്കുകയാണ്. എത്ര സുഖകരമായൊരനുഭൂതിയാണിത്. അനശ്വരമായ ഈശ്വരീയ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ എന്നോട് പറയുന്നതായി എനിക്ക് തോന്നുന്നു, കുഞ്ഞേ, ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കൂ. ശരീരമാകുന്ന ഈ വസ്ത്രം ഉപേക്ഷിച്ച് നീ പുറത്തു വരൂ. ശരീരധാരി അല്ലാത്ത അച്ഛൻ്റെ അടുത്ത് എത്താൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഒരു ചെറിയ നക്ഷത്രത്തെ പോലെ ഈ ശരീരത്തിൽ നിന്നും പുറത്തു കടക്കുകയാണ്. ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു. ശരീരത്തിന് പുറത്ത് കിടന്ന ഞാൻ ആത്മാ ഇപ്പോൾ അച്ഛൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. 2 നക്ഷത്രങ്ങൾ, ഞാനും അച്ഛനും. ഞാൻ എൻ്റെ ശരീരത്തെ നോക്കുന്നു. തൊട്ട് മുന്നിൽ എൻ്റെ അച്ഛനുണ്ട്. ഇപ്പോൾ
ഞാൻ കുറച്ചുകൂടി സ്വതന്ത്രനായ കണക്ക് എനിക്ക് തോന്നുന്നു. ബന്ധനങ്ങളില്ലാതെ സമ്പൂർണ്ണ സ്വതന്ത്രനായ അവസ്ഥ. ഞാൻ അച്ഛനോട് പറയുകയാണ്, ഇന്ന് എനിക്കെൻ്റെ ഒന്നാമത് ജന്മത്തിലേക്ക് ഒന്ന് പോകാൻ ആഗ്രഹം. അതിനാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. അച്ഛൻ സ്നേഹത്തോടെ എന്നോട് പറയുകയാണ്, തീർച്ചയായും ഇന്നലെയും ഞാൻ നിനക്ക് വാക്ക് നൽകിയിരുന്നു, നിന്റെ ഒരാഗ്രഹവും സഫലമാകാതിരിക്കില്ല. പക്ഷെ അതിനു മുമ്പ് നിനക്കറിയുമോ നീ എത്ര നാളായി നിന്റെ വീട്ടിലേക്ക് വന്നിട്ടെന്ന്? ഒരു കൽപ്പം മുമ്പ് നീ ഈ സൃഷ്ടിയിലേക്ക് വന്നതാണ്. ഇവിടെ വന്ന് അനേക ശരീരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നീ അച്ഛനെ മറന്നു, നിന്റെ വീടിനെ മറന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ നിന്നും വീണ്ടും ആദ്യ ജന്മത്തിലേക്ക് പോകാം. എനിക്ക് വലിയ സന്തോഷമായി. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചു, അച്ഛൻ 2 കാര്യം നടത്തി തരുന്നു. അങ്ങനെ അച്ഛനും ഞാനും ഒന്നിച്ചെൻ്റെ വീട്ടിലേക്ക് യാത്രയാകുകയാണ്. 2 നക്ഷത്രങ്ങൾ ആകാശത്തിലേക്ക് പതുക്കെ 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 പറന്നുയരുകയാണ്. രസകരമായ കാഴ്ച. എനിക്കൊട്ടും ഭയം തോന്നുന്നില്ല. അച്ഛൻ എന്നോടൊപ്പമുണ്ട്. താഴേക്ക് നോക്കുന്ന ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ ഗ്രാമം പതുക്കെ 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 ചെറുതായി വരുന്നു. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഞാൻ പോകുന്തോറും ഈ ഭൂമി കൂടുതൽ കൂടുതൽ അവ്യക്തമാവുകയാണ്. ഇവിടെയുള്ളതെല്ലാം വളരെ ചെറുതായി തോന്നുന്നു. അങ്ങനെ നീലാകാശവും കടന്ന് അനന്തമായ ശൂന്യതയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 2 തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അനന്തമായ ശൂന്യതയിലേക്ക് യാത്ര ചെയ്യുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം മറികടന്ന് അനന്തമായ ശൂന്യതയിലേക്കുള്ള യാത്ര. ശബ്ദത്തിനുമുപരിയായ മറ്റൊരു ലോകത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഒടുവിൽ സമ്പൂർണ്ണ ശാന്തിയുടെ ആ ലോകത്ത് ഞങ്ങൾ എത്തിച്ചേരുന്നു. ശബ്ദമില്ല, ചലനമില്ല, എങ്ങും ശാന്തി, സമ്പൂർണ്ണ ശാന്തി മാത്രം. ഞാനിപ്പോൾ അച്ഛൻ്റെ തൊട്ട് മുന്നിലാണ്. സർവശക്തനായ അച്ഛനിൽ നിന്നും സർവശക്തികളുടെയും കിരണങ്ങൾ എന്നെ തേടിയെത്തുകയാണ്. ആ സർവശക്തികൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് എന്നിലുള്ള എല്ലാ അശക്തികളും, എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും എന്നേക്കുമായി ഇല്ലാതാകുകയാണ്. ഞാൻ ആത്മാ വീണ്ടും ശക്തിശാലിയാകുകയാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു. ഇപ്പോൾ അച്ഛനിൽ നിന്നും
പവിത്രതയുടെ ഗംഗാപ്രവാഹം എന്നെ തേടിയെത്തുകയാണ്. ആ പവിത്ര ഗംഗയിൽ കുളിച്ച് അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മുക്തനാകുകയാണ്. ഞാൻ ആത്മാ വീണ്ടും സമ്പൂർണ്ണ പവിത്രനാകുകയാണ്. ഇപ്പോൾ ഞാൻ ആത്മാ വജ്രസമാനം വെട്ടിത്തിളങ്ങുകയാണ്. ഞാൻ അച്ഛനെ തന്നെ നോക്കുന്നു. എത്ര കരുണാഹൃദയനാണ് അച്ഛൻ, എത്ര സ്നേഹ സാഗരനാണ്. ഇത്രയും സ്നേഹം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ്, വരൂ, നമുക്ക് നിന്റെ ആദ്യ ജന്മത്തിലേക്ക് പോകാം. എനിക്ക് കൂടുതൽ ഉത്സാഹമായി. ആദ്യ ജന്മം, സൃഷ്ടിയിലേക്ക് ഞാൻ ആദ്യം വരുന്ന സമയം, സത്യുഗം. എനിക്ക് അങ്ങോട്ട് പോകാൻ കൂടുതൽ ഉത്സാഹം തോന്നുന്നു. അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ഭൂമിയിലേക്ക് വരികയാണ്. 2 തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി യാത്രയാകുന്നു. പതുക്കെ 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 നക്ഷത്രങ്ങളുടെ ലോകവും പിന്നിട്ട്, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പിന്നിട്ട് ഞങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരിച്ചു പോയപ്പോൾ കണ്ട ഭൂമിയല്ലിത്. ഭൂമി ആകെ മാറിയിരിക്കുന്നു. എങ്ങും അലങ്കരിക്കപ്പെട്ടതുപോലെ. മുഴുവൻ ഭൂമിയും ഹരിതാഭ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ അന്തരീക്ഷമാണെങ്ങും. വലിയ വലിയ കൊട്ടാരങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാം. പതുക്കെ പതുക്കെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. 2 നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വരികയാണ്. വലിയൊരു ഉദ്യാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു. ഒരു വലിയ കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് ആ ഉദ്യാനം. അവിടെ ഭൂമിദേവി ഞങ്ങളെ കാത്തു നിൽക്കുന്നു. വളരെ സ്നേഹത്തോടെ അച്ഛനെയും എന്നെയും ഭൂമിദേവി സ്വീകരിച്ച് അനയിക്കുകയാണ്. തിലകം ചാർത്തി പുഷ്പങ്ങളാലും ഹാരങ്ങളാലും ഞങ്ങളെ ആദരിക്കുകയാണ് ഭൂമിദേവി. അതിനുശേഷം വളരെ സ്നേഹത്തോടെ ഒരു ചെറിയ രാജകുമാരൻ്റെ ശരീരം ഭൂമിദേവി സമ്മാനമായി എനിക്ക് നൽകി. ഞാൻ അച്ഛനെ നോക്കി. വാങ്ങിച്ചുകൊള്ളാൻ അച്ഛൻ ആംഗ്യം കാട്ടി. സ്നേഹത്തോടെ ഞാൻ ആ ശരീരം സ്വീകരിച്ചു. 4-5 വയസ്സുള്ള അതീവ സുന്ദരനായ രാജകുമാരൻ്റെ ശരീരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭൂമിദേവി അത്രത്തോളം സ്നേഹത്തോടെ തന്നെ ഒരു വലിയ ശരീരം അച്ഛനും സമ്മാനിച്ചു. അച്ഛനും ആ ശരീരം സ്നേഹത്തോടെ സ്വീകരിച്ചു. അതിനുശേഷം
അച്ഛനോട് അനുവാദം വാങ്ങി ഭൂമിദേവി യാത്രയായി. ഞാൻ അച്ഛൻ്റെ വിരൽ കവർന്നു പിടിച്ച് ചുറ്റും നോക്കുകയാണ്. വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ ചുറ്റും അതിസുന്ദരമായ ഉദ്യാനം. ഉദ്യാനത്തിൻ്റെ ഒരു കോണിൽ കുറച്ച് കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്. മറ്റൊരു കോണിൽ കുറച്ച് കുട്ടികൾ എന്തെല്ലാമോ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ്. കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്കും അവരോടൊപ്പം കൂടുവാൻ താല്പര്യം തോന്നുന്നു. ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ എന്നോട് പറഞ്ഞു, പോയിക്കോളൂ, പോയി കളിച്ചിട്ട് വരൂ. പക്ഷെ എനിക്കൊരു ഉറപ്പ് പോരാ, അച്ഛൻ എന്നെ വിട്ടു പോയാലോ? എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞാലെന്നോണം അച്ഛൻ പറഞ്ഞു, ഇല്ല, നീ ധൈര്യമായി പോയി കളിച്ചിട്ട് വരൂ, ഞാനിവിടെ തന്നെ ഉണ്ടാകും. അച്ഛൻ്റെ കൈ വിടുവിച്ച് ഞാൻ ആ കുട്ടികളുടെ അടുത്തേക്ക് ഓടിയെത്തി. എൻ്റെ സമപ്രായരായ കുട്ടികൾ. അതിൽ നിന്നും അതിസുന്ദരനായ ഒരു കുട്ടി, ശ്രീകൃഷ്ണനെ പോലെയുണ്ട്. ആ കുട്ടി എന്നെ വന്ന് സ്വീകരിച്ചു. വളരെ സ്നേഹത്തോടെ എന്നെയും കൂട്ടി തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് എൻ്റെ പരിചയവും എനിക്ക് അവരുടെ പരിചയവും നൽകി. നിമിഷാർത്ഥം കൊണ്ട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി തീർന്നു. എത്ര നേരം അവരോടൊപ്പം കളിച്ചു എന്നെനിക്കറിയില്ല. പല പല കളികളിൽ ഞങ്ങൾ ഏർപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഊഞ്ഞാലാടുവാൻ പോയി. കുറേ നേരം അങ്ങനെ ഊഞ്ഞാലിലും ഞങ്ങൾ ചെലവഴിക്കുന്നു. സുഖകരമായ അന്തരീക്ഷം. അപ്പോഴാണ് അതിനടുത്തുകൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നത് കണ്ടത്. ഞങ്ങൾ ആ പുഴയോരത്തേക്ക് നടന്നു. അവിടെ മാൻപേടകൾ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. അതിൽ കൊച്ചു കൊച്ചു മാൻപേടകളുമുണ്ട്. ഒരു കുട്ടി അതിലൊരു മാൻപേടയെ പിടിച്ച് എനിക്ക് സമ്മാനിച്ചു. ഒരു കൊച്ചു മാൻപേട. ഇത്രയും ചെറിയ മാൻപേടയെ ഞാൻ ആദ്യമായിട്ട് ലാളിക്കുകയാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ അതിനെ ലാളിച്ചു. എന്നിട്ട് സന്തോഷത്തോടെ നന്ദിയോടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാനായത്, ആ കുട്ടിയുടെ മുഖം എൻ്റെ മുഖം പോലെ തന്നെയുണ്ട്. എനിക്ക് അതിശയം തോന്നി. ഞാൻ ഓടി അച്ഛൻ്റെ അടുക്കലെത്തി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആ കുട്ടിയുടെ മുഖം നോക്കൂ, എൻ്റെ മുഖം പോലെ തന്നെ. പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ മറുപടി നൽകി, നീ എല്ലാം മറന്നു പോയിരിക്കുന്നു. ആ കുട്ടിയുടെ മുഖം നിന്റെ മുഖം പോലെയല്ല, അത് നീ തന്നെയാണ്. അതിശയത്തോടെ ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ പറയുകയാണ്, അതേ കുഞ്ഞെ, ഇത് സത്യയുഗത്തിലെ നിന്റെ ആദ്യ ജന്മം. ശ്രീകൃഷ്ണനോടൊത്തുള്ള സത്യയുഗത്തിലെ ആദ്യ ജന്മമാണിത്. എനിക്ക് അതിശയം തോന്നി. ഞാൻ എത്ര സൗഭാഗ്യവാനാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ കൊട്ടാരം ആരുടേതാണ്? എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനി നിന്റെ കൊട്ടാരം നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം.
അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ തോളിലെടുത്ത് അച്ഛൻ ആ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ കമാനം തന്നെ വജ്രങ്ങളാലും രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നുള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ ഹോളാണ് ആദ്യം കാണുന്നത്. ആ ഹോളിൽ വലിയ വലിയ കസേരകൾ ഇട്ടിരിക്കുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയ കസേരകൾ ഇവിടെ ഇട്ടിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, കുഞ്ഞേ, ഇത് നീ അതിഥികളെ സ്വീകരിക്കുന്ന സ്ഥലമാണ്. ഇതിനെ ദർബാർ ഹാൾ എന്നാണ് പറയുക. ഇവ കസേരകളല്ല, സിംഹാസനങ്ങളാണ്. അച്ഛൻ എന്നെ ഒരു സിംഹാസനത്തിലിരുത്തി. അതിൻ്റെ തൊട്ടടുത്ത സിംഹാസനത്തിൽ അച്ഛനും ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചുറ്റും നോക്കുകയാണ്. ഓരോ ഭിത്തിയിലും അനേക തരത്തിലുള്ള അലങ്കാരങ്ങൾ. മുകൾ തട്ടിലും വ്യത്യസ്ത നിറത്തിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് കാണാം. വലിയ വലിയ വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ആകപ്പാടെ ഏതോ ഒരു മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന പ്രതീതി. ഞാൻ അതിശയത്തോടെ ചുറ്റും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വരൂ, നിന്നെ ഞാൻ ഓരോ മുറികളായി പരിചയപ്പെടുത്താം. അങ്ങനെ അച്ഛൻ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അച്ഛൻ്റെ വിരലിൽ തൂങ്ങി ഞാൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായിട്ട് അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. വളരെ വിശാലമായ ബെഡ്റൂമാണ്. ഏതോ വലിയ രാജകൊട്ടാരത്തിലെ മഹാരാജാവിൻ്റെ ബെഡ്റൂം പോലത്തെ വലിയ ഒരു ബെഡ്റൂം. അവിടെ കിടക്കാനുള്ള ഒരുക്കങ്ങളുണ്ട്, അണിഞ്ഞൊരുങ്ങാനുള്ള ഒരുക്കങ്ങളുണ്ട്, ഇരിക്കാനും സംസാരിക്കാനുമുള്ള കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം വലിയ തരത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭിത്തികളും മേൽത്തട്ടുമെല്ലാം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ജനലുകളാണ്. ആ ജനലുകൾ തുറന്നപ്പോൾ നേർത്ത തണുത്ത കാറ്റ് ഞങ്ങളെ തേടിയെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ആ ഒഴുകുന്ന ചെറിയ പുഴ കാണാം. അതിൻ്റെ കരയിൽ തുള്ളിച്ചാടി കളിക്കുന്ന മാൻപേടകൾ ഇപ്പോഴുമുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എത്ര സുഖകരമായ കാഴ്ച. ഞാൻ അച്ഛനെ നോക്കി. ഹൃദയത്തിൽ നിന്നും അച്ഛനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് നൽകിയതിന്. എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, വരൂ, നിനക്ക് വിശക്കുന്നുണ്ടാകും, ഞാൻ നിന്നെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അച്ഛൻ്റെ കൈപിടിച്ച് ഞാൻ ഡൈനിങ് റൂമിലെത്തി. വളരെ വലിയൊരു ഡൈനിങ് ടേബിളാണ്. ഞാൻ കൊച്ചുകുട്ടിയാണല്ലോ, അപ്പം അതുകൊണ്ട് അച്ഛൻ എന്നെ എടുത്ത് ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുത്തി. അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രസകരമാണ്. സ്വർണം കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയ ട്രെയിനുണ്ട് അവിടെ. അനേക ബോഗികളുണ്ട് അതിന്. ഓരോ ബോഗികളും ഓരോ സ്വർണ്ണ പാത്രങ്ങളാണ്. അവയെല്ലാം എന്തെല്ലാമോ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു,
ഇവിടെ എത്ര തരം വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്? അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എണ്ണി നോക്കിക്കോളൂ. ഞാൻ പതുക്കെ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എൻ്റെ കുഞ്ഞു കൈയുടെ 2 കൈയുടെ വിരലുകളും പൂർത്തിയായി. പക്ഷെ ഇനിയും ഒരുപാട് വിഭവങ്ങൾ അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ അച്ഛനോട് പറയൂ, ശരി, അച്ഛൻ തന്നെ എണ്ണി എത്രയുണ്ടെന്ന് പറയൂ. അച്ഛൻ പറയുകയാണ്, കുഞ്ഞെ, ഇവിടെ എണ്ണേണ്ട കാര്യമൊന്നുമില്ല. നിനക്കായി 36 തരം വിഭവങ്ങളാണ് എല്ലാ ദിവസവും ഇവിടെ ഒരുക്കുന്നത്. എനിക്ക് അതിശയം തോന്നുകയാണ്. 36 തരം വിഭവങ്ങളോ? അച്ഛൻ പറഞ്ഞു, അതേ കുഞ്ഞെ. എന്നിട്ട് ആദ്യത്തെ പാത്രത്തിൻ്റെ മൂടി മാറ്റി സ്വർണത്തിൻ്റെ കരണ്ടി കൊണ്ട് അതിൽ നിന്നൊരല്പം എടുത്ത് അച്ഛൻ എനിക്ക് നൽകി. അതീവ രുചികരമായ ഭക്ഷണം. എനിക്ക് വളരെ താല്പര്യം തോന്നി. പിന്നെ രണ്ടാമത്തെ പാത്രം തുറന്ന് അതിൽ നിന്നും ഒരല്പം എനിക്ക് പകർന്നു നൽകി. അതും വ്യത്യസ്തമായ രുചിയുള്ളത് തന്നെ. പിന്നെ ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ പാത്രങ്ങളായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. 3ാമത്തെ പാത്രം ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ അത് തുറന്ന് ഒരല്പം അതിൽ നിന്നും എനിക്ക് വായിൽ വെച്ച് തന്നു. എനിക്ക് വളരെ രസം തോന്നുന്നുണ്ട്. എത്ര സുഖകരമായ ആഹാരം. അങ്ങനെ 4ാമത്തെ പാത്രത്തിൽ നിന്നും അച്ഛൻ എനിക്ക് നൽകി. 5ാമത്തെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ സ്വർണ്ണക്കരണ്ടി വാങ്ങി അതിൽ നിന്നൊരല്പം ആഹാരമെടുത്ത് അച്ഛൻ്റെ വായിൽ വെച്ചു കൊടുത്തു. വളരെ സ്നേഹത്തോടെ അച്ഛനത് സ്വീകരിച്ചു. എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ അച്ഛനും ഞാനും കൂടെ ചേർന്ന് കുറേശ്ശെ എല്ലാ ആഹാരങ്ങളും നന്നായി രുചിച്ചു നോക്കി. വളരെ നന്നായിട്ടുണ്ട്. ഇത്രയധികം വിഭവങ്ങൾ ഒരുപാട് നാളായി കഴിച്ചിട്ട് എനിക്ക് വളരെ തൃപ്തിയായി. ഞാൻ മനസ്സുകൊണ്ട് അച്ഛനോട് നന്ദി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വരൂ, ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അച്ഛൻ എന്നെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നിന്ന് താഴെ ഇറക്കി. അച്ഛൻ്റെ കൈകൾ പിടിച്ച് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്ത് അനേക തരത്തിലുള്ള ഫലവൃക്ഷങ്ങളാണ്. വ്യത്യസ്തമായ നിറങ്ങളിലുള്ള വലിപ്പത്തിലുള്ള ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ. ഓരോ വൃക്ഷത്തിനടുത്ത് ചെന്ന് അതിൻ്റെ ഫലത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അച്ഛൻ എനിക്ക് മനസ്സിലാക്കി തരാൻ തുടങ്ങി. എനിക്ക് രസം തോന്നി. അങ്ങനെ പതുക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറുതായി ദാഹിക്കുവാൻ തുടങ്ങി. ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ തൻ്റെ വലത് കൈ ഒരു മരത്തിൻ്റെ നേർക്ക് നീട്ടി. ആ മരം വളരെ സ്നേഹത്തോടെ അച്ഛൻ്റെ കയ്യിലേക്ക് ഒരു പഴം വീഴ്ത്തി കൊടുത്തു. അതിൻ്റെ തൊലി ഒരല്പം മാറ്റി അച്ഛൻ എനിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് കുടിച്ചുകൊള്ളൂ. എനിക്ക് മനസ്സിലായില്ല അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന്. പഴം എങ്ങനെ കുടിക്കുക? ഞാൻ അച്ഛനെ തന്നെ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ
പഴച്ചാറുകൾക്ക് പ്രത്യേകമായ പഴങ്ങളുണ്ട്. ഇത് കുടിക്കാനുള്ള പഴമാണ്. നമ്മുടെ നാട്ടിലെ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്ന പോലെ ഞാൻ ആ പഴത്തിൽ നിന്നും പഴച്ചാർ കുടിച്ചു. എത്ര രുചികരമായിരിക്കുന്നു! ഇത്രയും സംശുദ്ധമായൊരു പഴച്ചാർ ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. എനിക്ക് വളരെ നന്നായി തോന്നി. വീണ്ടും കുറച്ചു നേരം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയ ശേഷം അച്ഛൻ എന്നെയും കൂട്ടി കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തേക്കെത്തി. അവിടെ ഞങ്ങളെ കാത്ത് ഒരു ചെറിയ വിമാനം നിൽപ്പുണ്ട്. പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സുന്ദരമായൊരു വിമാനം. എനിക്കിത്ര ചെറിയ വിമാനത്തിൽ കയറിയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് മടിച്ചു നിന്നു. അച്ഛൻ എന്നെ തൻ്റെ തോളത്തെടുത്ത് ആ വിമാനത്തിനുള്ളിലേക്ക് കയറി എന്നെ തൻ്റെ മടിയിലിരുത്തി. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞതും വിമാനം യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ആകാശത്തേക്ക് പറന്നുയരാൻ തുടങ്ങി. അങ്ങനെ ഉയർന്ന് അനേക കാതങ്ങൾ പിന്നിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ആ വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് ഇറങ്ങുന്നത് ഒരു വലിയ ഉദ്യാനത്തിലേക്കാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ളൊരു വലിയ ഉദ്യാനം. മറ്റൊരു വലിയ കൊട്ടാരത്തിൻ്റെ മുറ്റത്താണത്. ആ കൊട്ടാരത്തിലും ഉദ്യാനത്തിലുമെല്ലാം ഒരുപാട് പേർ ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ വേഷഭൂഷാദികളിൽ നിന്ന് മനസ്സിലാക്കുന്നു അവരൊക്കെ രാജാക്കന്മാരോ അതുപോലെ രാജകീയ കുടുംബത്തിൽപ്പെട്ടവരോ ആണ്. ഞങ്ങളവിടെ ചെന്നിറങ്ങിയതും അവിടുത്തെ മഹാരാജാവും മഹാറാണിയും അവരുടെ കുടുംബാംഗങ്ങളും വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുവാനെത്തി. ആദരപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയും ദർബാർ ഹാളും സിംഹാസനങ്ങളുമെല്ലാം ഉണ്ട്. ഞങ്ങളെ ആദരപൂർവ്വം സിംഹാസനത്തിൽ ഇരുത്തിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചുറ്റും നോക്കിയാണ്. പഴയ കൊട്ടാരം പോലെ തന്നെ ഇതും നന്നായി അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ എന്തോ ചടങ്ങ് നടക്കാനുള്ള ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടുത്തെ മഹാരാജാവ് ഒരു രാജാവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ രാജാവിൻ്റെ മുഖം എൻ്റെ മുഖം പോലെ തന്നെ. ഞാൻ അച്ഛനെ വിളിച്ച് കാണിച്ചു. നോക്കൂ, ആ രാജാവിൻ്റെ മുഖം ശ്രദ്ധിച്ചു നോക്കൂ, അതെൻ്റെ മുഖം പോലെ തന്നെ. പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അത് നീ തന്നെയാണ്. ഇത് ത്രേതായുഗത്തിലെ നിന്റെ ആദ്യ ജന്മം. ഇത് ശ്രീരാമൻ്റെ രാജധാനിയാണ്. ഇന്ന് അവരുടെ പട്ടാഭിഷേക ദിനമാണ്. ആ ചടങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. എൻ്റെ ത്രേതായുഗത്തിലെ ആദ്യ ജന്മം, അതും ശ്രീരാമചന്ദ്രൻ്റെ രാജധാനിയിൽ. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക ചടങ്ങുകൾ നടക്കുന്നു. അതിനുശേഷം എല്ലാവരും സ്നേഹത്തോടെ സദ്യയെല്ലാം കഴിഞ്ഞ് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഞങ്ങളുടെ വിമാനം ഞങ്ങളെ കാത്ത് കിടപ്പുണ്ട്. ഇപ്രാവശ്യം എനിക്കൊട്ടും ഭയമൊന്നും തോന്നിയില്ല. അച്ഛനേക്കാൾ മുമ്പേ ഞാൻ ഓടിയ വിമാനത്തിനകത്ത് കയറിയിരുന്നു. പിന്നാലെ അച്ഛനും. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിമാനം പതുക്കെ പതുക്കെ ആകാശത്തേക്ക് പറന്നു വീരാൻ തുടങ്ങി. വീണ്ടും അനേക ദൂരം ആ വിമാനം യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അത് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു.
വളരെ വിശാലമായ ഒരു സമുദ്ര തീരത്തേക്കാണ് ആ വിമാനം പറന്നിറങ്ങുന്നത്. വളരെ സുന്ദരമായ വിശാലമായ ഒരു സമുദ്രതീരം. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ അച്ഛൻ്റെ കൈപിടിച്ച് ആ സമുദ്രതീരത്തൂടെ കുറേയധികം ദൂരം ഓടിക്കളിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. തിരമാലകളോട് കളിച്ചുകൊണ്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആ സമുദ്രതീരത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഉയരത്തിലായി ഒരതീവ സുന്ദരമായ ക്ഷേത്രം. ഞാൻ കുറച്ചു നേരം ആ ക്ഷേത്രത്തിൻ്റെ ഭംഗി തന്നെ നോക്കി നിന്നുപോയി. അപ്പോഴച്ഛൻ എന്നോട് ചോദിച്ചു, എന്തേ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടോ? എനിക്ക് ക്ഷേത്രങ്ങൾ പണ്ടേ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, പോകാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു, അതിനെന്താ. അങ്ങനെ എന്നെയും കൂട്ടി അച്ഛൻ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ട് കുറച്ച് പടിക്കെട്ടുകൾ കയറണം. അച്ഛൻ എന്നെ തോളത്തെടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ചവിട്ടി കയറിക്കൊള്ളാം. അച്ഛൻ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ചവിട്ടി കയറുന്നത് കൊള്ളാം. ഇവിടുത്തെ ഓരോ പടികളും നിൻ്റെ ഓരോ ജന്മത്തിൻ്റെ ഓർമ്മയാണ്. ഓരോ പടികളിൽ കാല് വയ്ക്കുമ്പോഴും നിൻ്റെ ശ്രേഷ്ഠമായ ഓരോ ജന്മങ്ങൾ നീ ഓർത്തെടുക്കണം. ഞാൻ പറഞ്ഞു, ശരി. അച്ഛൻ പറഞ്ഞു, ഞാൻ 1 മുതൽ എണ്ണും. ഓരോ പടികളിലേക്ക് കാല് വയ്ക്കുമ്പോഴും നീ നിൻ്റെ ഓരോ ജന്മങ്ങളുടെ ഓർമ്മയിലേക്ക് പോകണം. അങ്ങനെ അച്ഛന് വാക്ക് കൊടുത്ത് ഞാൻ പടിക്കെട്ടുകൾ കയറാൻ തയ്യാറാവുകയാണ്. അച്ഛൻ എണ്ണുകയാണ്. 1. ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് എൻ്റെ കാലെടുത്ത് വയ്ക്കുകയാണ്. ഇത് സത്യുഗത്തിലെ എൻ്റെ ആദ്യ ജന്മത്തെ ഓർമ്മ. ശ്രീകൃഷ്ണനോടൊത്ത്, തുള്ളിക്കളിക്കുന്ന മാൻപേടകളോടൊത്ത്, എൻ്റെ സുഹൃത്തുക്കളോടൊത്ത് ഞാൻ ജീവിച്ച എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം. 2. ഞാനിപ്പോൾ 2ാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. സത്യുഗത്തിലെ എൻ്റെ 2ാമത് ജന്മം. 3. സത്യുഗത്തിലെ ഓരോ ജന്മങ്ങളായി എൻ്റെ മുന്നിലേക്ക് വരികയാണ്. 4, 5, 6, 7, 8 സത്യുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 8 ജന്മങ്ങൾ. 9. ഇത് ത്രേതായുഗത്തിലെ എൻ്റെ ആദ്യ ജന്മം. ശ്രീരാമൻ്റെ രാജധാനിയിലെ രാജകുടുംബാംഗമായുള്ള ജന്മം. 10. ത്രേതായുഗത്തിലെ 2ാമത് ജന്മം. 11, 12, 13 ഓരോ ജന്മങ്ങളായി എൻ്റെ മുന്നിലേക്ക് വരുന്നു. 14. സമ്പൽ സമൃദ്ധിയുടെ സ്വർഗീയ സുഖത്തിൻ്റെ ശ്രേഷ്ഠ ജന്മങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും സന്തോഷപ്രദമായ, ഏറ്റവും ആനന്ദപ്രദമായ, ആയുരാരോഗ്യങ്ങളാൽ സമ്പന്നമായ ശ്രേഷ്ഠ ജന്മങ്ങൾ. 14, 15, 16, 17, 18, 19, 20 ത്രേതായുഗത്തിലെ 12 ജന്മങ്ങൾ കൂടി പൂർത്തിയാകുന്നു. ഇനിയും ഒരു പടി കൂടി കയറാനുണ്ട്. അച്ഛൻ എണ്ണുകയാണ്. 21. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത് ഏത് ജന്മമാണ്? എന്നെ ചേർത്ത് പിടിച്ച് അച്ഛൻ പറഞ്ഞു,
ഇത് നമ്മൾ ഒന്നിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സംഗമയുഗത്തിലെ ജന്മം. ഒരിക്കൽ മാത്രമേ നിനക്ക് ഈശ്വരൻ്റെ പാലന നേരിട്ട് അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. ആ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മത്തിൻ്റെ ഓർമ്മയ്ക്കാണിത്. അങ്ങനെ ഞാൻ ആ 21ാമത് പടിയിലേക്കും കാലെടുത്ത് വയ്ക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലെത്തിക്കഴിഞ്ഞു. നല്ല തിരക്കുണ്ട് ഭക്തരുടെ അവിടെ. അച്ഛൻ അതിനാൽ എന്നെ തൻ്റെ തോളത്തെടുത്തുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നേരെ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിലേക്കാണ് അച്ഛൻ പോകുന്നത്. ഗർഭഗൃഹത്തിൻ്റെ വാതിക്കലെത്തി അച്ഛൻ എന്നെയും കൂട്ടി ഗർഭഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഗർഭഗൃഹത്തിനുള്ളിൽ ആരുമില്ല. ഞാൻ അവിടെ കാണുന്ന കാഴ്ച അതീവ സുന്ദരനായ ഒരു മൂർത്തിയുടേതാണ്. എൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് ആ വിഗ്രഹത്തിനും. എനിക്ക് നല്ല രസം തോന്നി. ഞാൻ പതുക്കെ അച്ഛൻ്റെ കൈ പിടിവിച്ച് ആ മൂർത്തിയുടെ അടുത്തേക്ക് നടന്നെടുത്തു. എൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു മൂർത്തിയുടെ ഇന്ന് നമ്മുടെ വിഷയം രാജയോഗയാണ്. എന്താണ് രാജയോഗ? രാജയോഗയെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ. രാജയോഗ മെഡിറ്റേഷൻ എന്താണ് സാധനം? അതാണ് ഈ ചോദിക്കുന്നത്. ചായ എന്താന്ന് ചോദിച്ചാൽ മധുരമുള്ള ചായ എന്ന് പറയുന്നതൊക്കെ. രാജയോഗം എന്താന്ന് ചോദിച്ചപ്പോൾ രാജയോഗ മെഡിറ്റേഷൻ ആണെന്ന് പറയാം. എന്താണ് ഈ സാധനം? മുകളിലത്തെ മുകളിലത്തെ ആളുടെ പദവിയിലെത്തുക. മുകളിലത്തെ ആളുടെ പദവിയിലെത്തുക എന്ന് പറഞ്ഞാൽ ആത്മാവും പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ അല്ലേ? യോഗ എന്ന് പറയുന്ന ആ വാക്ക് യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വന്നത്. എന്നുവെച്ചാൽ കൂടിച്ചേരുക. നമുക്കറിയാം, നമ്മൾ യോഗ എന്ന് പറഞ്ഞ വാക്ക് വളരെ കുറച്ച് ഉപയോഗിക്കുമ്പോഴും വിയോഗം എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപെടുക. അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള അർത്ഥമാണ് യോഗ, കൂടിച്ചേരുക. അപ്പം യോഗം എന്ന് കേട്ടില്ല. ഇപ്പം ശ്രീധാരണ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ അല്ലേ? അപ്പം കൂടിച്ചേരുന്നതിനാണ് യോഗം. ആരുമായിട്ട് കൂടിച്ചേരുന്നു? ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പം ആ ഒരു താതാത്മ്യം പ്രാപിക്കലിനെയാണ് നമ്മൾ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൂടെ എനിക്ക് കൈവരുന്ന രാജകീയമായ സിദ്ധികൾ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പുള്ളൊരു സെഷനിൽ 4 യുഗങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? സത്യ, ത്രേത, ദ്വാപര, കലിയുഗങ്ങൾ. ഇപ്പം നമ്മൾ കലിയുഗത്തിലെത്തി നിൽക്കുക അല്ലേ? അപ്പം നമ്മൾ
ഓരോരുത്തരും ആദ്യം ഈ സൃഷ്ടിയിൽ വന്ന സമയത്ത് ഇവിടം സത്യുഗമായിരുന്നു. അവിടെ നിന്ന് പതുക്കെ പതുക്കെ പടിക്കെട്ടുകൾ ഇറങ്ങി, ആ പടിക്കെട്ടിൻ്റെ ചിത്രം ഓർമ്മയില്ലേ പഠിപ്പിച്ചത്? അപ്പോൾ പടിക്കെട്ടുകൾ ഇറങ്ങി 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 നമ്മൾ ഇവിടെ എത്തി നിൽക്കുക. ഓരോ ജന്മം ഓരോ പടിയായിട്ട് കണക്കാക്കുക. അപ്പോൾ ആദ്യ പടി എന്ന് പറഞ്ഞാൽ സത്യുഗത്തിലായിരുന്നു. അവിടെ 8 ജന്മങ്ങൾ നമ്മൾ ജീവിച്ചു. അതിനുശേഷം ത്രേതായുഗത്തിൽ 12 ജന്മങ്ങൾ ജീവിച്ചു. ദ്വാപരത്തിൽ ഇത് നിങ്ങൾ പഠിച്ചല്ലേ, ഇത് 21 ജന്മങ്ങൾ ജീവിച്ചു. പിന്നെ കലിയുഗത്തിൽ 42 ജന്മങ്ങൾ അല്ലേ? ഇങ്ങനെ 83 ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അപ്പോഴാണ് ആര് വരുന്നത്? ആരാ വരുന്നേ? സ്വയം അച്ഛൻ തന്നെ സൃഷ്ടിയിലേക്ക് വരുന്നത് അല്ലേ? എന്തിനാ വരുന്നേ? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലേ? ധർമ്മം ഒക്കെ നശിച്ച് അധർമ്മം അതിൻ്റെ ആധിക്യത്തിലെത്തി നിൽക്കുന്ന കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് സ്വയം ധർമ്മം സ്ഥാപിക്കാനായിട്ട് ഈശ്വരൻ തന്നെ സൃഷ്ടിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ സൃഷ്ടിയിലേക്ക് ഈശ്വരൻ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുക? ഈശ്വരൻ കുറച്ച് പേര് ഈശ്വരനെ മനസ്സിലാക്കും, കുറച്ച് പേര് മനസ്സിലാക്കുകയല്ല. ഓക്കെ, ആരാ മനസ്സിലാക്കുന്നവർ? ആരാ ഈശ്വരനെ മനസ്സിലാക്കുന്നവർ? ഈശ്വരനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, പിന്നെ മനസ്സിലാക്കുന്ന ആരാ? ദേവീ ദേവതമാർ. അവരെ എവിടെ നിന്ന് കൊണ്ടുവരും? ഇപ്പം കലിയുഗത്തിൻ്റെ അവസാനം എവിടെ ദേവീ ദേവത ഇരിക്കണേ? ഉള്ള ദേവതാ സ്ഥാനത്ത് കൂടെ 144 പ്രഖ്യാപിക്കുക. പിന്നെ എവിടെ വരാനാ? ഇതാ കലിയുഗത്തിൻ്റെ അവസ്ഥ. ഇത് കലിയുഗ അവസ്ഥയാണ് ഈ കാണിക്കുന്നത് അല്ലേ? കാരണം എവിടെയൊക്കെ ശാന്തമാകാം, അവിടെയൊക്കെ പ്രശ്നമാവും. അതൊരു ആരുടെയും കുറ്റം കൊണ്ടല്ല, അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ, അനിവാര്യമായിട്ട് നടക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ? പ്രകൃതിയോട് നമ്മൾ ചെയ്ത ഇതിന് പ്രകൃതിയും തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടത് സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, സംഭവിച്ചേ പറ്റൂ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സുനാമി ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് അതേ മടങ്ങിൽ സമയം താമസിച്ചാണെങ്കിലും തിരിച്ചടികൾ വരും. അതുപോലെ തന്നെ കലിയുഗത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അധർമ്മങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ഒരുപാട് പേരുടെ മനസ്സമാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെടാനുള്ള കുറേ കാരണങ്ങൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, അതിന് ഇന്ന രൂപമൊന്നുമില്ല, അതിനാരെങ്കിലുമൊക്കെ നിമിത്തമായി വരും. ഇതെല്ലാന്നും ആരും കുറ്റക്കാരല്ല. കാരണം ഇതൊക്കെ അങ്ങനെ ആകാനായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന നാടകമാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രം ഇന്ന് നമ്മുടെ വിഷയം രാജയോഗയാണ്. എന്താണ് രാജയോഗ? രാജയോഗയെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്?
കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ. രാജയോഗ മെഡിറ്റേഷൻ എന്താണ് സാധനം? അതാണ് ഈ ചോദിക്കുന്നത്. ചായ എന്താന്ന് ചോദിച്ചാൽ മധുരമുള്ള ചായ എന്ന് പറയുന്ന കണക്കാ. രാജയോഗം എന്താന്ന് ചോദിച്ചപ്പോൾ രാജയോഗ മെഡിറ്റേഷൻ ആണെന്ന് പറയാം. എന്താണ് ഈ സാധനം? വീണ്ടും ഈ ശരീരത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ ഒരു ലക്ഷ്യത്തിനായി, ഈ ഒരു ദൗത്യത്തിനായി ഈ ഒരു ജന്മം മുഴുവൻ ഞാൻ മാറ്റിവെക്കുകയാണ്. എൻ്റെ പരിവർത്തനത്തിലൂടെ മുഴുവൻ സൃഷ്ടിയുടെ പരിവർത്തനവും ഞാൻ ലക്ഷ്യമിടുകയാണ്. എൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് ഞാൻ വീണ്ടും ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റും. ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെ, കൃത്യമായ ഉദ്ദേശത്തോടെ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ വീണ്ടും പ്രവേശിക്കുകയാണ്. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അച്ഛനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി. ഇപ്പോൾ കാലുകളുടെ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കുന്നു. കൈകളുടെ നിയന്ത്രണവും ഇപ്പോൾ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ എനിക്ക് കണ്ണുകൾ തുറക്കാം. പതുക്കെ പതുക്കെ ഞാൻ കണ്ണുകൾ തുറക്കുകയാണ്. പതുക്കെ പതുക്കെ ഞാൻ പൂർണ്ണമായും ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഓം ശാന്തി.